ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണിവാവ വ്ളോഗ്സ്. അപ്പോൾ നമ്മളുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, ഇപ്പം നമ്മൾ ശങ്കരാന്തിയൊക്കെ ആവാറായില്ലേ, ഒരു പാറ്റ കിടന്ന് കളിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ ഓരോരോ റൂമായിട്ട് ക്ലീൻ ചെയ്യാനേ പറ്റുള്ളൂ, ഒന്നിച്ച് വാരി വലിച്ചിട്ടാൽ നടക്കില്ല. അപ്പോൾ ഞാനും നമ്മൾ സഹായത്തിന് വരുന്ന ആളുണ്ട് കേട്ടോ, അപ്പോൾ ആളും കൂടെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഒറ്റയ്ക്ക് എന്തായാലും എന്നെക്കൊണ്ട് സാധിക്കില്ല. ഉണ്ണിക്കുന്നൊരു ഷൂട്ടുണ്ട്, മറ്റേ ബർത്ത്ഡേ ഷൂട്ടാണ്. അപ്പോൾ ഞാൻ പോയിട്ടില്ല, വേറൊന്നുമല്ല, 2 ദിവസം മുൻപ് ഞാനൊന്ന് മരുന്ന് മാറി കഴിച്ചു. ഈ ഹോമിയോയുടെ മരുന്ന് കഴിക്കുന്നുണ്ട് തലവേദനയുടെ. അത് ഞാൻ ഈ മറ്റെന്താ പറയുക, ആവി പിടിക്കാനുള്ള തുള്ളി മരുന്നുണ്ട്, അത് ഞാൻ അങ്ങോട്ട് കുടിച്ചു. ഒന്നും ബോട്ടിൽ മാറിയിട്ട് ഞാൻ വിചാരിച്ചു തുള്ളി മരുന്ന് 15 തുള്ളി ഗ്ലാസ് വെള്ളത്തിൽ കലക്കി കുടിക്കാനും 10 തുള്ളി ആവി പിടിക്കാനുമാണ്. അപ്പോൾ ഞാൻ ആവി പിടിക്കേണ്ട മരുന്ന് 15 തുള്ളിയായിട്ട് അങ്ങോട്ട് കുടിച്ചു മിനിഞ്ഞാന്ന്. അന്ന് തുടങ്ങിയ അസ്വസ്ഥത, എനിക്ക് വയറിങ്ങനെ ഇങ്ങനെ ചീർത്തന്തി ആവുക, അങ്ങനെ ഒരുമാതിരി എന്തൊക്കെയോ ഒരു അസ്വസ്ഥത കേട്ടോ. എനിക്കിങ്ങനെ കുഴഞ്ഞു പോവുക, കണ്ണൊക്കെ കണ്ടോ മിഴിയണമെന്നില്ല. പക്ഷെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പറ്റില്ലല്ലോ, നമ്മൾ ഉഷാറായില്ല വെച്ചാൽ നമ്മുടെ വീട്ടിലത്തെ ഇതൊക്കെ അവിടെ കിടക്കില്ല വെച്ചിട്ട് ഞാൻ പിന്നെ എന്തായാലും കബോർഡുകളൊക്കെ ഒന്ന് വൃത്തിയാക്കാണ്ട്, കുറേ നാളോടുമ്പോൾ ഞാൻ കബോർഡൊക്കെ ഒന്ന് വൃത്തിയാക്കാറുണ്ടല്ലോ, എനിക്കറിയാലോ. അപ്പോൾ അത് തുണികളൊക്കെ വേണ്ടാത്തൊക്കെ മാറ്റിയിട്ട്, മറ്റേ ചുരിദാറും ടോപ്പുകളൊക്കെ വേണ്ടാത്തൊക്കെ മാറ്റിയിട്ട് മറ്റേ ആർക്കാച്ച കൊടുക്കാം. പിന്നെ എന്താണ്, ജനല് കാര്യങ്ങളൊക്കെ ഒന്ന് തുടയ്ക്കേണ്ട. അപ്പം എന്നാൽ ഈ റൂം വൃത്തിയാക്കുന്നത് ഫുള്ളായിട്ട് ഞാൻ കാണിക്കും, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു ഡെയിൻ മൈ ലൈഫാണ് കേട്ടോ. ഓക്കെ, കുക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണോ. അപ്പം ഞാൻ എന്തായാലും ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ റൂം ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ കിടക്കുന്നത്. ഞാൻ കുറച്ച് തുണി മടക്കാനുള്ളതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ്ട് ഈ കർട്ടനും കാര്യങ്ങളും ഇതൊക്കെ നമുക്കൊന്ന് റെഡിയാക്കണം. അപ്പോൾ എന്തായാലും നമ്മൾക്ക് ജോലി തുടങ്ങിയാലോ. അതിൻ്റെ ഇടയിൽ ഒന്ന് ഏട്ടൻ വിളിച്ചോട്ടോ, അപ്പോൾ ഞാൻ പോയതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ്ടോ, ഞാൻ ഇവിടുത്തെ അലമാരയൊക്കെ എടുത്ത് മുകളിലേക്ക് ഇട്ടു കേട്ടോ. ബെഡൊന്നും വിരിച്ചിട്ടിട്ടില്ല, ഞാൻ എന്തായാലും മെസ്സായിട്ട് കാണിച്ചിട്ടൊക്കെ വൃത്തിയായിട്ട് കാണിക്കാച്ചിട്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് തുടങ്ങാം. അപ്പം ഞാൻ ജനലൊക്കെ ഒന്ന് തുടക്കട്ടെ കേട്ടോ. ഞാൻ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ടേ. ജനലൊക്കെ ഞാനങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് തുടയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കുറേ നാളായിട്ട് ഞാനതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു സംക്രാന്തിയൊക്കെ ആവാറായില്ലേ, നമ്മൾക്കിതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാമെന്ന്. മാറാലൊക്കെ വീട്ടിലിരിക്കണമെന്നൊന്നും നന്നല്ലല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും അരികെ മുഖമൊക്കെ ഒന്ന് തുടച്ചതാട്ടോ. ഉണ്ണിവാവ പറഞ്ഞ ബെഡ് മാത്രം നല്ല ക്ലീനായിട്ട് വിരിച്ചിടും, പിന്നെ എന്തെങ്കിലും സാധനങ്ങൾ തറയിലൊക്കെ കിടക്കേണ്ട വെച്ച് എടുത്തു വയ്ക്കും. അങ്ങനെയൊക്കെയാണ് അവരുടെ ക്ലീനിങ്. ഇതുപോലെ ഇങ്ങനെ മാറാല തട്ടുക അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഈ കബോർഡിന് മുകളിൽ ഞാൻ ഇടയ്ക്കൊന്ന് തുടച്ചിട്ട് വെക്കുന്നതാണ്. പക്ഷേ എങ്കിലും കുറേ നാൾ കഴിഞ്ഞ് നോക്കുമ്പോൾ അതിന് മുകളിൽ നിറയെ പൊടി ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇടയ്ക്ക് അതൊക്കെ ഒന്ന് വൃത്തിയാക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇടയായിട്ട് ഞാൻ അതൊന്നും വൃത്തിയാക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ നമ്മുടെ സഹായത്തിന് വരുന്ന ആ കുട്ടീനെയും കൂടെ കൂട്ടിയിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ എത്ര തന്നെ വൃത്തിയാക്കിയാലും പൊടി ഇഷ്ടം പോലെ ഉണ്ടാവും, അതിനൊരു മാറ്റവും ഇല്ല. ലാഡറൊക്കെ തപ്പി പിടിച്ച് കയറിയിട്ടാണ് കേട്ടോ, കാരണം എനിക്ക് പേടിയൊക്കെ ഉണ്ട്. എങ്കിലും പതുക്കെ ഒന്ന് കയറി നിന്നിട്ടൊക്കെ ഒന്ന് ചെയ്യാമെന്ന് ഓർത്തു. ഈ മരുന്ന് കഴിച്ച് മാറിയെന്ന് പറഞ്ഞില്ലേ, അതിനുശേഷം കള്ള് കുടിച്ച ആൾക്കാർ കാണിക്കണ എന്തേ ഞാൻ കാണിച്ചിരുന്നു, കണ്ണ് കടയുക അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഞാൻ കള്ള് കുടിച്ചിട്ടുണ്ടോ എന്ന്. കള്ള് കുടിച്ചിട്ടല്ലേ, എന്നാലും അവർ കാണിക്കണതൊരു ഇത് നോക്കിയിട്ട് പറയാൻ പറ്റുമല്ലോ, അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ ഈ കബോർഡൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇടുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ കുറേ നാൾ കൊണ്ട് വെച്ച കബോർഡാണ്. ഇപ്പോഴും ഈ വീട്ടിലത്തെ ഓരോ സാധനങ്ങളും പുതിയതുപോലെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ നമ്മളിതൊന്ന് ചെയ്തത് കൊണ്ടാണ്. ഇപ്പം നമ്മളെക്കാളും കഴിഞ്ഞിട്ട് വീട് വെച്ച ആൾക്കാരുടെ വീടൊക്കെ ഇങ്ങനെ മുഷിഞ്ഞ് കിടക്കുമ്പോൾ ഞാൻ വിചാരിക്കുമോ നമ്മളെ വീട് നോക്കിയേ നല്ല വൃത്തിയിൽ കിടക്കുന്നുണ്ടല്ലോ എന്ന്. ഞാൻ എൻ്റെ വീടായതുകൊണ്ട് പറയുമല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ഓരോരോ വീട് ഇഷ്ടമാണ്, എങ്കിലും നമ്മൾ വൃത്തിയാക്കി വെച്ചാൽ തന്നെ ഏട്ടാ വൃത്തിയായിട്ട് ഇരിക്കുകയുള്ളൂ. വീട് വൃത്തിയാക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല പണിയുണ്ട്. നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാൽ തന്നെയാണ് അത് വൃത്തിയായിട്ട് കിടക്കുകയുള്ളൂ. ഇതിന് മുകളിലൊക്കെ ഒരു തരം പൊടിയുണ്ട് കേട്ടോ. അപ്പോൾ വാവക്കുട്ടിക്ക് അലർജി ആയതുകൊണ്ട് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കാറുണ്ട്. പിന്നെ അലർജി ഇല്ലെങ്കിൽ നമ്മൾ വൃത്തിയാക്കണം. അതിന് മുകളിലുള്ള ലവ് കണ്ടോ, അതെൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഇതിപ്പോൾ ഒരു റൂമേ കഴിഞ്ഞിട്ടുള്ളൂ, അതിന് ഉള്ളിൽ എനിക്ക് നല്ലതായിട്ട് ദാഹം വന്നു. നമ്മൾ വെള്ളം മസ്റ്റായിട്ട് കുടിക്കണം. വെള്ളം നന്നായിട്ട് കുടിക്കും കേട്ടോ. ഞാനായാലും ഉണ്ണിയായാലും വാവയായാലും വെള്ളം നന്നായിട്ട് കുടിക്കും. നിന്ന് കുടിക്കാൻ വേണ്ടി പാടില്ല, ഇരുന്ന് വേണം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ജനലൊക്കെ ഒന്ന് അടച്ച് കർട്ടനൊക്കെ ഒന്ന് താഴ്ത്തിയിട്ടു, അവിടെയൊക്കെ ഒന്ന് അടിച്ചു, എല്ലാം ബെഡൊക്കെ വൃത്തിയാക്കി ക്ലീൻ ആക്കി കേട്ടോ. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് തുണി മടക്കലാണ്. പിന്നെ കബോർഡിലുള്ള സകല മന തുണിയും വാരി വലിച്ചിട്ടു. നിങ്ങൾ വിചാരിക്കും എന്താ ഇങ്ങനെ വാരി
കൂട്ടിയിടണമെന്ന്. പക്ഷെ നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് എടുത്ത് വൃത്തിയാക്കി വെക്കുന്നത് നല്ലതാണ്. മഴക്കാലമൊക്കെ ആകുമ്പോൾ അതിലൊരു തരം ഇങ്ങനെ പൊടിയും പൂപ്പലൊക്കെ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ കുറേ നാൾ കൂടുമ്പോൾ ഒന്ന് എടുക്കാത്ത തുണികളൊക്കെ എടുത്തൊന്ന് ഉണക്കിയൊക്കെ വെക്കുന്നതൊക്കെ നല്ല കേട്ടോ. അപ്പം ഞാൻ കുറേ തുണികളൊക്കെ മുകളിലുള്ള കബോർഡിലാണ് വെച്ചേക്കുന്നത്. ഹലോ, അപ്പോൾ ഇതുണ്ടോ എല്ലാം വാരി വലിച്ചിട്ടിട്ടുണ്ട്. ഇനി ഞാൻ അതിനകത്തൊക്കെ ഒന്ന് തുടച്ചിട്ട് എല്ലാം മടക്കി വയ്ക്കണം കേട്ടോ. ഇപ്പം മഴക്കാലം കാര്യങ്ങളൊക്കെ അല്ലേ, നമ്മൾ കുറേ നാൾ കൂടുമ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. ഞാൻ ഇടയ്ക്കൊന്നും ചെയ്യാറുണ്ട്. ഇപ്പോൾ കുറച്ചധികം ദിവസങ്ങളായി, കാരണം അറിയാലോ നിങ്ങൾക്ക് ഇപ്പോഴും നമ്മളെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാലും നമ്മൾ തോറ്റു കൊടുക്കാൻ തയ്യാറൊന്നും അല്ലാത്തതുകൊണ്ട് ഇതാണ്. അപ്പോൾ ഇത്രയും തുണികളാണെങ്കിൽ ക്ലിയർ ആക്കി വയ്ക്കുക. ഞാൻ മടക്കിയ തുണികളാണെങ്കിൽ ഒന്നുകൂടി കുടഞ്ഞ് മടക്കി വയ്ക്കും കേട്ടോ. കാരണം അതിൽ എന്തെങ്കിലുമൊക്കെ മഴക്കാലത്തൊക്കെ വന്നിരിക്കാൻ സാധ്യത ഉണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചു തരാം. എന്നത്തെയും പോലെ ഇത് ഓണാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കണ്ടത് ഇതെല്ലാം ഞാൻ എടുത്തിട്ട് എല്ലാ റാക്കിൽ ഒഴിവാക്കിയിട്ടുണ്ട്. താഴത്തെ കുറച്ച് കവറുകളൊക്കെയാണ്, അതെന്തായാലും അവിടെ തന്നെ ഇരിക്കട്ടെ. പിന്നെ കണ്ടത് കുറച്ച് ഏട്ടൻ്റെ ഷർട്ട് കാര്യങ്ങളാണ്, അതൊന്നും എടുക്കുന്നില്ല. ഇത് നൈറ്റി സെക്ഷനാണ് കേട്ടോ, ബാക്കിയുള്ള നൈറ്റിയിൽ വെച്ചാൽ മതിയല്ലോ. ഇതൊക്കെ തക്കുടുവിൻ്റെ മറ്റ് മെറ്റീരിയൽസാണ്. തക്കുടു ചെറുപ്പത്തിൽ വന്നിട്ട് ഇട്ടിട്ട് പോയ ഓരോ സാധനങ്ങളാണ്. ഇരിക്കട്ടെ ഉള്ളൊരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്, അതൊന്നും എടുത്തിട്ടില്ല ഞാൻ. പിന്നെ ഈ റാക്ക് പപ്പട റാക്ക് എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. പപ്പട ഷർട്ട് തൂക്കുന്ന റാക്കാണ്. പക്ഷേ പപ്പ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പപ്പട സാധനങ്ങളൊക്കെ വേറെ പെട്ടിയിലേക്ക് വെച്ചേക്കണം. നാട്ടിൽ വരുന്ന സമയത്ത് മാത്രമേ ഇവിടെ തൂക്കുള്ളൂ. അപ്പോൾ എൻ്റെ സാരി കാളെടുത്ത് മാറ്റും. അപ്പോൾ ഇതിൽ ബാഗ് സാധനങ്ങളൊക്കെയാണ്, അതൊക്കെ എടുത്തിട്ട് ബാഗും സാധനങ്ങളൊക്കെ എടുത്തിട്ട് മാറ്റിയിട്ട് ലാസ്റ്റ് ഈ തുണികൾ ഒരുവിധം ഒതുക്കിയിട്ട് ഒതുക്കാച്ചിട്ടാണ് കേട്ടോ. എല്ലാം കൂടി വാരി വലിച്ചിട്ട് കഴിഞ്ഞാൽ സാധിക്കില്ല. അതുണ്ടോ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത്രയും ഇനി ഇതിന്ന് വേണ്ട എനിക്ക് വേണ്ട ടോപ്പുകളൊക്കെ എടുത്തിട്ട് ഞാൻ ബാക്കിയുള്ളതൊക്കെ ഒഴിവാക്കും കേട്ടോ. ഒഴിവാക്കുക മീൻസ് ഞാൻ ആർക്കെങ്കിലും കൊടുക്കും. ഓക്കെ, ആർക്കും പിന്നെ എപ്പോഴും എൻ്റെ ടോപ്പ് കൊണ്ടുപോകാൻ സ്ഥിരം ആൾക്കാരുണ്ട് കേട്ടോ. എൻ്റെ ടോപ്പിൻ്റെ ഫാൻ ഉണ്ട് എല്ലാവരും. അതുകൊണ്ട് അപ്പോൾ ഇതാണ് അവസ്ഥ മക്കളെ. ഇത് മടക്കി കഴിയുമ്പോഴത്തേക്ക് ഞാനൊരു വഴി. ഹലോ, ഇതാണ്ട് അപ്പോൾ ഞാൻ മടക്കാൻ വേണ്ടി തുടങ്ങട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കെല്ലാം മടക്കുന്നത്. എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. ആൾക്ക് വീഡിയോയിൽ നിൽക്കാൻ മടിയാണ്. അപ്പോൾ അതുകൊണ്ട് ആളിനെ കാണിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തിന് വീഡിയോ കാണിക്കുന്നില്ല. ഇതൊക്കെ ജസ്റ്റ് മടക്കിയിട്ട് ഞാൻ എടുത്ത് വെക്കുന്നത് കാണിക്കാം കേട്ടോ, അതല്ലേ നല്ലത്. കാരണം ഞാൻ ഒറ്റയ്ക്ക് എന്തായാലും മടക്കി കഴിഞ്ഞാൽ പറ്റില്ല. ഇപ്പോൾ കഞ്ചാവ് അടിച്ചിന്തിയാണ് നടക്കുന്നത്. കാരണം ഗുളിക മാറി കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ നിങ്ങൾ, അതാണ്. അതുകൊണ്ട് ഞാൻ ഇതൊന്ന് വേഗം മടക്കിയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ ഏകദേശം മടക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും തുണികൾ ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നല്ല ടോപ്പുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ അതൊക്കെ കൊടുക്കാൻ വേണ്ടി ഒഴിവാക്കിയാണ്. ഓക്കെ, ഹലോ. അപ്പോൾ ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞു, എല്ലാം മടക്കി വെച്ചു കേട്ടോ. ഞാൻ വേണ്ടാത്തൊക്കെ ഒഴിവാക്കി. ഇതൊക്കെ കബോർഡിലേക്ക് വെക്കണം കേട്ടോ. ഞാൻ രാവിലെ ഒരു ജ്യൂസ് മാത്രം കുടിച്ചിട്ടാണ് ഇത്രയും ഇതൊക്കെ ചെയ്തേക്കണം, ക്ഷീണിച്ചു. അപ്പോൾ എന്തായാലും ഇത് വേഗം വെച്ചിട്ടാണ് ഫുഡ് കഴിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊക്കെ വേഗം അങ്ങോട്ട് വയ്ക്കാം. ഉണ്ണിയും വാവിനും ഒന്നും വിളിച്ചില്ല കേട്ടോ, ഒരു വിവരവും ഇല്ല. കുറച്ച് നേരമായി വിളിച്ചിട്ട്. പിന്നെ അവൾ മേക്കപ്പൊക്കെ ചെയ്യായിരിക്കുമല്ലോ വെച്ചിട്ട് അപ്പോൾ ഞാൻ വിളിച്ച് ബുദ്ധിമുട്ടിക്കാതിരുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് അതിനകത്തേക്ക് ഒന്ന് വയ്ക്കാം. ഒരു സാരി ഉണ്ട്, കാണിച്ചു തരാം. സാരി ഇതുണ്ട് ഒരു സാരി. ഇത് നമ്മുടെ കല്യാണിക്കുട്ടി എനിക്ക് അന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. നല്ല കളർ, എൻ്റെ ഫേവറേറ്റ് കളറാണ് അത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണ് ഇത്. അന്ന് കല്യാണി വന്നപ്പോൾ എനിക്ക് ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നതാണ്. പാവം, അതെങ്ങനെ അവൾക്ക് എൻ്റെ ഈ കളർ അറിഞ്ഞതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണ് ഇത്. ഇനി എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ വരിക വെച്ചാൽ നേരെ ബ്ലൗസൊക്കെ തെച്ചിട്ട് ഇടാം, ഉടുക്കാം. ഞാനങ്ങനെ റെയറായിട്ട് സാരി കൊടുക്കുള്ളൂ. പക്ഷേ എന്തായാലും നമ്മൾക്ക് ഈ സാരിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അവരന്ന് കല്യാണത്തിൻ്റെ പർച്ചേസിന് വന്നപ്പോൾ മറ്റേ ഇവിടെ കുത്താമ്പുള്ളി പോയപ്പോൾ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ പെട്ടിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്കതൊക്കെ എടുത്ത് വയ്ക്കാം, നമുക്ക് നമ്മുടെ ജോലി തുടങ്ങാം. അങ്ങനെ തുണിയൊക്കെ മടക്കി കഴിഞ്ഞു കേട്ടോ. പിന്നെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് നമ്മൾക്ക് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് തുണി വേണിച്ച് എത്ര വേണമെങ്കിലും മടക്കാം, പക്ഷേ അത് എടുത്ത് വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. എങ്കിലും നമ്മൾ എടുത്ത് വെച്ചതന്നെയല്ലേ പറ്റുള്ളൂ. അപ്പോൾ എത്ര അടുക്കി പെറുക്കി വെച്ചാലും ഉണ്ണിവാവിടെ ഒരു സ്ഥിരം പരിപാടിയുണ്ട്. ഒരാഴ്ചക്കുള്ള എൻ്റെ കബോർഡ് അത് അവർ നിലനിർത്തുള്ളൂ കേട്ടോ. ഇവരങ്ങോട്ട് കൊണ്ടുവന്ന് മടക്കുന്ന ഒരു പേരിൽ പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുവന്ന് തിരികെ അങ്ങോട്ട് വെക്കും. എനിക്കാണ് ചിലപ്പോൾ ദേഷ്യം വരും. പിന്നെ ഞാൻ കുറേ നാൾ കൂടുമ്പോൾ എടുത്ത് വലിച്ചിട്ടിട്ട് വൃത്തിയാക്കുകയാണ് ചെയ്യാറ്. അങ്ങനെ ലാസ്റ്റ് കൊണ്ട് എല്ലാം എടുത്തു വെച്ചു. ഇതാണ്ടോ ബെഡൊക്കെ ഞാൻ വിരിച്ചിട്ടുണ്ട്, സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ആ കിടന്നുറങ്ങണത് എൻ്റെ സുട്ടാപ്പിയാണ് കേട്ടോ. ആളിവിടെ കിടക്കുള്ളൂ, ബാക്കിയുള്ളവർക്ക് മുകളിലാണ്.
ഹലോ, അപ്പോൾ നമ്മളെ ക്ലീനിങ് കഴിഞ്ഞു കേട്ടോ. ഇനി ഇതാണ്ട് ആ സാരി അത് റാക്ക് വൃത്തിയാക്കാനുണ്ട്. അപ്പോഴത്തേനും എനിക്ക് വയ്യാണ്ടൊക്കെ അപ്പോൾ ഞാൻ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ആ മുകളിലുള്ളതൊക്കെ എടുക്കാത്ത ഷർട്ട് കാര്യങ്ങൾ ഏട്ടൻ്റെയൊക്കെയാണ്. പിന്നെ അത് നൈറ്റി സെക്ഷനാണ്. ഇത് ലെഗിൻസാണ് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ എൻ്റെ ടോപ്പ് കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ മറ്റേ പലോസോ പാൻറ്റുകളൊക്കെയാണ് കേട്ടോ. ഇതിൻ്റെ താഴത്തെ 2 റാക്കിൽ ഒന്നും വെച്ചിട്ടില്ല. ബാക്കിയൊക്കെ അതൊക്കെ എൻ്റെ ജീൻസ് ടോപ്പ് സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ എൻ്റെ ടോപ്പ് കാര്യങ്ങളൊക്കെയാണ്. ഇനി കുറച്ച് മുകളിലുണ്ട്. അതിന് മുകളിൽ ഞാൻ മറ്റേ ഓവർകോട്ട് പിന്നെ സ്ട്രഗ് കാര്യങ്ങൾ ബ്ലൗസൊക്കെ വെച്ചേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇനി മുകളിൽ കുറച്ചും കൂടി വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് വേണ്ടാത്ത ചുരിദാർ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കൊടുത്തു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത്. ഞാൻ എല്ലാം ബെഡിലുള്ളതൊക്കെ വൃത്തിയാക്കി, ബെഡൊക്കെ വിരിച്ചിട്ടു, റൂം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മൾക്ക് ഒരു വൃത്തിയാണ് അല്ലേ. എന്താണ്ടോ ഇവിടെയൊക്കെ വൃത്തിയാക്കി റൂമും ഫുള്ള് സെറ്റായപ്പോൾ തന്നെ എനിക്കൊരു സമാധാനം കേട്ടോ. ഞാൻ ഇങ്ങോട്ട് കാണിച്ചു തരാം. കണ്ടോ, ഇപ്പോൾ സെറ്റായില്ലേ. ഇങ്ങനെ വൃത്തിയിൽ കിടക്കണം എനിക്ക് എപ്പോഴും. ഞാൻ മാറാലേക്ക് തട്ടി ജനലൊക്കെ വൃത്തിയാക്കി. കുഞ്ഞ് കിടന്ന് ഉറങ്ങണുണ്ടോ? സൗണ്ട് ഉണ്ടാക്കി കുട്ടി എണീക്കും. അതുകൊണ്ടാണ് കേട്ടോ പതുക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഓരോ റൂമും ഇതുപോലെ വൃത്തിയാക്കണം. അപ്പോൾ ഫസ്റ്റ് ക്ലീനിങ് ഡേ ആണ് കേട്ടോ. ഇനി ഓരോ ദിവസമായിട്ട് നമ്മൾക്ക് ഇങ്ങനെ എല്ലാവിടെയും വൃത്തിയാക്കാം. പിന്നെ ഈ ഒരു ഷെൽഫ് വൃത്തിയാക്കിയിട്ടില്ല, റാക്ക് വൃത്തിയാക്കിയില്ല കേട്ടോ. അതിൽ ഒത്തിരി കച്ചറ പിച്ചറൊക്കെ കളയാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വൃത്തിയാക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം. എന്ത് ലിപ്സ്റ്റിക് കളക്ഷൻ കാണിച്ചു തരാം. എന്നോട് ചോദിച്ചിരുന്നു. ഒരുപാട് ലിപ്സ്റ്റിക് കളക്ഷൻ ഉണ്ട് കേട്ടോ. അത് നമ്മൾ വാങ്ങിച്ചല്ല, പ്രൊമോഷൻ കിട്ടിയാണ്. പക്ഷെ ഒക്കെ അടിപൊളി ഷെയ്ഡുകളാണ്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതിൽ നിറയെ കമ്മലും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വൃത്തിയാക്കുമ്പോൾ കാണിക്കാം. ഇന്ന് വയ്യ, ക്ഷീണിച്ചു. അപ്പോൾ ഇനി ഞാൻ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ഫുഡ് രാവിലെയും കഴിച്ചില്ല, ഞാനൊരു ജ്യൂസ് കുടിച്ചതാണ്. അപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിക്കട്ടെ. ഉണ്ണി വിളിച്ചിരുന്നു കേട്ടോ. മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് നല്ല രസമുണ്ട് ഡ്രസ്സ്. വീഡിയോ എന്തായാലും വരും. നല്ല അടിപൊളിയായിട്ടുണ്ട് പറഞ്ഞു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബർത്ത്ഡേ ഡ്രസ്സ് സൂപ്പറായിട്ടുണ്ട് ഡിസൈൻ ചെയ്തത്. ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇനി ഞാൻ ഉണ്ണി ബാവയൊക്കെ വരുമ്പോൾ കാണിക്കാം. ഉണ്ണി എന്തായാലും ഇപ്പോൾ വിളിച്ചിരുന്നു. ഡ്രസ്സ് നല്ല അടിപൊളിയായിട്ടുണ്ട്. ബർത്ത്ഡേ ഷൂട്ടിൻ്റെ ഡിസൈൻ ചെയ്ത് നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ. റിച്ചിൽ കൗച്ചറാണ് ചെയ്തത്. അപ്പോൾ ഞാൻ വാവുകുട്ടിക്ക് എക്സാമാണ്. വാവുകുട്ടി പോകുമ്പോഴും പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് കേട്ടോ. പ്രാർത്ഥിക്കുക പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പഠിച്ചു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞില്ലേ. പഠിച്ചില്ല, ഇപ്പോൾ ആരുമില്ല, സഹായത്തിന് വരുന്ന ആളും പോയി. പിന്നെ ഞാനത് അതിനൊക്കെ എടുത്ത് വെച്ച് അവിടെയൊക്കെ ക്ലീൻ ചെയ്തു. എനിക്കിങ്ങനെ വീട് വൃത്തിയിലിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പരം ഒരു സന്തോഷം എനിക്ക് വേറെ ഒന്നുമില്ല. ഇപ്പോൾ വീട് കാണുമ്പോൾ എന്ത് രസമാണ് വൃത്തിയായിട്ടിരിക്കുമ്പോൾ. നമ്മൾ എത്ര നമ്മൾ വൃത്തിയാക്കിയാലും പൊടികളുണ്ടാവും. അത് നമ്മൾ കുറേ നാൾ കൂടുമ്പോൾ ഒക്കെ ഒന്ന് തട്ടി, അതിൻ്റെ റാക്കിൻ്റെ മുകളിലൊക്കെ പൊടികളുണ്ടാവും. അതൊക്കെ ഒന്ന് തട്ടി അവിടെയൊക്കെ ഒന്ന് തുടച്ചാൽ തന്നെ ആ റൂം വൃത്തിയായി. ഇനിയിപ്പോൾ അതുപോലെ ഓരോ സ്ഥലങ്ങളും വൃത്തിയാക്കി കഴിഞ്ഞാൽ ഒരു മാസത്തിനൊന്നും നോക്കണ്ട, ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞാൽ. ഞാനിങ്ങനെ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാൻ ഈ റൂം മാത്രം ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ ഇന്നിപ്പോൾ അത് വൃത്തിയായി, ഇനിയിപ്പോൾ അതിലേക്ക് നോക്കണ്ട, ഇനിയിപ്പോൾ അടുത്ത റൂം ചെയ്താൽ മതി. പിന്നെ ഒരു ദിവസം അടുക്കള, പിന്നെ ഹോള്, ഇങ്ങനെ എപ്പോഴും ആണെങ്കിലും പിന്നെ ഒരു ദിവസം ഹോളും, പിന്നെ മുകളിലേക്കല്ലേ ഉള്ളൂ. പിന്നെ ഈ മാറാലെ കാര്യങ്ങളൊക്കെ തട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആളിനെ വിളിച്ച് തട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നതല്ലേ. അപ്പോൾ പിന്നെ മുകളിൽ കുറച്ച് തുണികളും കൂടി ഉണ്ട്. ഇനിയിപ്പോൾ അവിടെയും കൂടി ഒന്ന് സെറ്റാക്കണം. നമ്മൾ അതും കൂടി സെറ്റാക്കി കഴിഞ്ഞാൽ ഉണ്ണിയോടെ കുറച്ച് തുണികളുണ്ട് മടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതിന് കുറച്ച് സ്റ്റിബിളുള്ള കവറുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ട് അതും കൂടി സെറ്റാക്കണം. ഫുഡ് കഴിക്കട്ടെ കേട്ടോ. പിന്നെ ഞാൻ ഓൺലൈനിൽ നിന്ന് ഒരു സാധനം വാങ്ങിച്ചതാണ്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വേണമെച്ചാൽ വയ്ക്കാം. ഈ സാധനങ്ങൾ നമ്മളിപ്പോൾ വെളുത്തുള്ളി അങ്ങനെയുള്ളതൊക്കെ നേരാക്കിയിട്ട് ഇട്ട് വയ്ക്കാം. പിന്നെ ഓരോ സാധനങ്ങൾ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാം കേട്ടോ. പക്ഷെ ഞാൻ വാങ്ങിച്ചേക്കുന്നതിൽ മേക്കപ്പ് സെറ്റിൻ്റെ സാധനങ്ങൾ ഉണ്ടാവില്ലോ, പിന്നെ ടിക്ക് അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മുടെ അടുത്തുണ്ടാവും. പൊട്ടുണ്ടാവും, പിന്നെ അതുപോലെ കുറേ സാധനങ്ങൾ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഇതിൽ ഇട്ട് വയ്ക്കാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാനത് അവിടെ സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. പക്ഷെ നല്ല 127 167 രൂപയൊക്കെയാണ്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഈ ബോക്സായിട്ട് ഉപയോഗിക്കാനും നല്ല. ഓക്കെ, ചെറുതിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ അവിടെ വണ്ടി കാണാണ്ടായപ്പോഴേ ഉണ്ണി വണ്ടി നേരെ ഷൂട്ടിന് വണ്ടി കൊണ്ടുപോയി. അപ്പോൾ ചെറുത് കയർമ്പാറയിൽ വണ്ടി കാണാണ്ടായപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. കാണാനില്ലല്ലോ, ഇതപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട്.
അപ്പോൾ ഞാൻ എന്തായാലും ചെറുതിനൊന്ന് കാണിച്ചു തരാമെന്നാണ് വിചാരിച്ചത്, പക്ഷെ കാണാനില്ല കേട്ടോ. വരട്ടെ. നല്ലൊരു മോഡൽ ഒരു കാലാവസ്ഥ അല്ലേ, മഴ ഇതൊക്കെ ആയിട്ട്. ഞാനിപ്പോഴും ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ. ഫുഡ് ഇനിയിപ്പോൾ എന്തായാലും വാക്കുട്ടി വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൾ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. കണ്ണൊക്കെ നോക്കിയേ എന്താ ക്ഷീണം ബാധിച്ചേക്കണേ. 2 ദിവസം കൊണ്ട് എന്താ പെട്ടെന്ന് പറ്റിയെന്ന് എനിക്കും അറിയില്ല. ആകെ അങ്ങോട്ട് പിശന്നായി. എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. ഇപ്പം ഇങ്ങനെ ക്ലീനിങ് ഒക്കെ ചെയ്യാനുള്ളതുകൊണ്ട് ഇതുവരെ അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ കുട്ടി ഇപ്പോൾ പോയേ ഉള്ളൂ, സഹായിക്കത്തിന് എറണാകുളം പോയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ കുറച്ച് നേരം ഒന്ന് ഉറങ്ങണമെന്നുണ്ടായിരുന്നു. പിന്നെ ഫുഡൊന്നും കഴിച്ചിട്ടില്ലല്ലോ. അപ്പം ഞാൻ എന്തായാലും ഫുഡ് കഴിക്കാച്ചിട്ട് ഇരിക്കുമ്പോഴാണ് വാവിച്ച് വിളിച്ചത്. കാണല്ലേ ഇതിനെ നടന്നിട്ട് വരികയെന്ന് പറഞ്ഞിട്ട് അപ്പോഴേ നേരത്തെ വിളിച്ചതാണ്. കയറുമ്പാറ എത്തി, ഞാൻ വണ്ടി എവിടെയെന്ന്. ഇവിടെയൊക്കെ കുറേ പണികളൊക്കെ നടക്കേണ്ടത്, ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് കാണാനില്ല. നമുക്ക് വാവേനൊന്ന് വിളിക്കാം കേട്ടോ. ഞാൻ ഫോൺ എടുത്തിട്ട് തരാം. വരുമ്പോഴത്തേനും ജ്യൂസ് അടിച്ച് വയ്ക്കി, അത് ചെയ്ത് വയ്ക്കി, എനിക്ക് ഭക്ഷണത്തിന് മുമ്പ് ഗുളികയുണ്ട് എന്നൊക്കെ പറഞ്ഞ കേട്ടോ. ഹലോ ഹലോ ഹലോ, എന്താ എവിടെ എത്തി? ഇത്ര നേരം കാണാനില്ല. ഏയ് ഇവിടെ കയറും പറയുന്ന വിളിച്ചിട്ട് 1 മണിക്കൂറായി. എവിടെ എത്തി പറ. അതെയോ? എന്നാ ശരി, ഞാൻ ഉറങ്ങാൻ പോഞ്ഞ് വാതിൽ ഓർന്ന് തരില്ല. ഞാൻ ചോറിന്റെ ഇഡ്ഡലിയെ പറഞ്ഞില്ലേ, ഞാൻ വാവിന് കാത്തിരിക്കുക പറഞ്ഞില്ലേ. ചെറുത് ഇങ്ങോട്ട് വാ, നടക്ക് തരാം ഞാൻ കേട്ടോ. ജ്യൂസ് അടിക്കാൻ വൈകുന്നു പറഞ്ഞത് ഞാൻ എത്ര നേരം ജോലി ചെയ്ത് ക്ഷീണിച്ചിരിക്കായിരുന്നു. ചെറുത് നല്ല കാറ്റ് കേട്ടോ. ചെറുത് വരുന്നുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ആടി 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 വരുന്നുണ്ട്. ഇവിടെ നിന്ന് കയറും പറയുന്ന വിളിച്ചിട്ട് ഇത്ര നേരം ഇവള് നടക്കുക. ഇവള് എന്ത് നടക്കണത്. പിന്നെ നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. മുടി കണ്ട് നിൽക്കുന്നത് ശുപ്പാണ്ടിയുടെ മുടി പോലെ. നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല. 1 മിനിറ്റ്. ഇങ്ങനെ നടന്ന എവിടെ വീടെത്ത്? ഇങ്ങനെ നടന്ന എങ്ങനെ വീട് വന്ന് കയറാനാ? ഇങ്ങനെ നടന്ന് എങ്ങനെ വീട് കാണാനാ? അയ്യോ അയ്യോ, ഇങ്ങോട്ട് വാ തരാ ചെറുതെ, ഇങ്ങോട്ട് വാ ചെറുതെ തരാ. ആ വീട്ടും പാടെ ഇവിടെ ഇപ്പൊ പട്ടിയോട് ഇപ്പൊ ഒട്ട് പളുങ്ങും അതിനുള്ളിൽ. അല്ലേ പട്ടികളവിടെ കിടന്ന് പളുങ്ങും. ഇങ്ങോട്ട് പോന്ന അങ്ങോട്ട് വേഗം. ഞാൻ ഉണ്ണിമ്പാട് പോകുമ്പളേ എന്താ ഫസ്റ്റ് ഒരു വണ്ടി വന്നു. അതിന് മോൾക്കൂടെ വണ്ടി വരലും, വണ്ടി റൈറ്റിക്ക് ഇൻഡിക്കേറ്റർ ഒന്നും ഇട്ടില്ലെന്നില്ലേ, ലെഫ്റ്റിക്ക് തന്നെ പോണതും എന്നാ റൈറ്റ് ചോർന്ന് വരും. ഞങ്ങൾ ഈ റോഡിക്കാണോന്നും അറിയില്ല. ഞങ്ങൾ ഇങ്ങനെ കയറി പോയി. വണ്ടി ഇങ്ങോട്ട് അടുത്തിട്ട് ഇങ്ങനെയും പോയി. അപ്പൊ അതേ സമയത്ത് എനിക്ക് തോന്നുന്നു മയില് കണ്ടരാ വണ്ടി അങ്ങനെ വന്നത്. മയില് പീരൊക്കെ മോൾക്കും പറക്കണം. വീട്ടിൽ വന്നിട്ട് എന്റെ ഫ്രണ്ട് വന്ന് പറഞ്ഞിട്ടാ പൂവാര് തന്ന് ഞാൻ പൊട്ടിച്ചത്. എവിടുന്ന്? അരി വീട്ടിന്ന് പൊടിച്ചാണോ? വീട്ടിന്റെ ഫ്രണ്ടിന്ന്. വാ കൂട്ടാ, വീട്ടിന്റെ ഫ്രണ്ട് പറയുമ്പോ റോട്ടിന്ന് അവര് ചെകിട്ട് അടിച്ചിട്ട് ഇരിക്കാനുള്ള എന്താണ്? എന്തിന്? വെറുതെ കൈ കൊണ്ട് ഇങ്ങനെ മുഖം തുടക്കിന്നെ. ചെറുപ്പം തൊട്ടേ ഈ സ്വഭാവം ഉണ്ട്. ഇങ്ങനെ ആക്കും. വേർത്ത് തുടക്കണം. അതെ വേർപ്പ് തുടക്കിച്ച് വേണ്ടില്ലല്ലോ. നീ എന്താ നീ പറഞ്ഞൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ എടുക്കായിരുന്നു. വീഡിയോ എടുക്കായിരുന്നു.
നിന്റെ വർത്തനം കേട്ടപ്പോഴേ തോന്നി. അതെ, അങ്ങനെ റൂമിൽ പോയി നോക്കിയൊക്കെ മമ്മി റൂമൊക്കെ ക്ലീൻ ചെയ്തു. ലൈറ്റ് ഇട്, കബോർഡൊക്കെ എന്നും ഇങ്ങനെയാണ്. ആ കബോർഡൊക്കെ ക്ലീൻ ചെയ്തു, എന്നും ഇങ്ങനെ തന്നെയാണ്. ഓ സന്തോഷം. ഞാൻ കണ്ടത് ഒരു 2 ആഴ്ചയെങ്കിലും. ആ 2 ആഴ്ച. അത് കഴിഞ്ഞ് ആര് ചൂടാപ്പി മറ്റേ തുണികൾ കൊണ്ട് മറിക്കണേ? അവിടെ നിൽക്ക്, ആരാ മറിക്കണത്? എനിക്ക് വിശക്കുന്നു. ആ അതിന് ഞാൻ എന്താ വേണ്ട? എക്സാം ഉണ്ട്, എനിക്ക് പഠിക്കാണ്ട്, കുറച്ച് ഉറങ്ങാൻ. എന്താ കോങ്കണ്ണുണ്ടോ? അങ്ങോട്ട് നോക്കി സംസാരിക്കണേ. കോങ്കണ്ണുണ്ടോ? കോങ്കണ്ണുണ്ട് പറഞ്ഞ കല്യാണം ആലോചിക്കാൻ പറ്റുന്ന ആൾക്കാർ അറിയേ. അന്ന് വീഡിയോയില് കോങ്കണ്ണുണ്ട് പറഞ്ഞൂലോ ഒന്ന്. ആ ഇപ്പൊ കറക്റ്റ് ചുമലായിരുന്നു വേണ്ടത്. ചുമലായിരുന്നു വേണ്ടത്. ശരി, നമുക്ക് ഫുഡ്. അപ്പൊ കുഞ്ഞാവേ നീ ചോറിണ്ടിട്ട് മതി. അണക്ക് എത്ര സ്വഭാവ. അപ്പൊ ഞാൻ വന്നപ്പോ തന്നെ ജ്യൂസ് അടിച്ചു തരാറുമ്പോ വേണ്ട പറഞ്ഞു. എന്നിട്ട് ചോറ് പിന്നുണ്ടാ മതി ചോദിച്ചപ്പോ നീ വേണ്ടായിരുന്നു. ഇനി ഞാൻ ചോറിനിട്ട് ജ്യൂസ് അടിക്കുള്ളൂ. ഇനി ഞാൻ ചോറിട്ട് ജ്യൂസ് അടിക്കുള്ളൂ. ഇനി ഞാൻ ചെമലേ ഞാൻ ചോറിട്ടായിരുന്നു ജ്യൂസ് അടിക്കുള്ളൂ. എനിക്ക് ചെമല, എനിക്ക് ദേഷ്യം വരും. വേണ്ട. അപ്പോൾ എന്തൊക്കെയാ ഫുഡ് എന്ന് നോക്കട്ടെ. ആരും ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഉണ്ണി പോയില്ലോ. ഇത് ഞാനൊരു ഈച്ചയുടെ ഒരു പ്രയോഗം ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചപ്പോൾ അവിടെ പൊള്ളിയതാണ്. അപ്പോൾ ചോറുണ്ട്. ചോറ് കുറച്ച് എന്താ ഇരിക്കണ വിചാരിക്കേണ്ട, ഇതൊക്കെ തന്നെ ഞങ്ങൾക്ക് ധാരാളമാണ്. ധന്യ വന്നിരുന്നു കേട്ടോ, അപ്പോൾ അവൾ കഴിച്ചു. പിന്നെ നല്ല മോര് കാച്ചിയതുണ്ട്, പിന്നെ നല്ല മുതിരത്തോരനുണ്ട്, പിന്നെ വഴുതിനിങ്ങ റോസ്റ്റ് ഉണ്ട്, കണ്ണിമാങ്ങ അച്ചാറുണ്ട്. ഞാനൊരു മുട്ട ഉണ്ടാക്കും കേട്ടോ. എനിക്കൊരു മുട്ട കഴിക്കാൻ വേണ്ടി തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ഓംലേറ്റ് ഉണ്ടാക്കും. പിന്നെ ഇത് മറ്റേ ഉരുളക്കിഴങ്ങ് കറിയാണ്. രാത്രിക്ക് ചപ്പാത്തിക്കിട്ടത് ചപ്പാത്തി കേട്ടോ. ഓക്കെ. അപ്പം എനിക്ക് പെട്ടെന്ന് ഒരു ഓംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ട് കഴിക്കുള്ളൂ. എനിക്ക് ഈ മോര് കറിയൊന്നും അങ്ങനെയൊന്നും ഇഷ്ടമില്ല. എന്താ വെച്ചാൽ എനിക്ക് ചില കറികളൊക്കെ ഇഷ്ടമുള്ളൂ. നല്ല പുളിങ്കറി പോലുള്ളതൊക്കെയാണ് എനിക്ക് പറ്റുള്ളൂ. അപ്പം ഞാൻ വെറുതെ ഒരു ഓംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ട് കഴിക്കട്ടെ. അടുക്കളയൊക്കെ ക്ലീനായിട്ട് കിടക്കുമ്പോഴേ കുക്ക് ചെയ്യാൻ തോന്നില്ല. പിന്നെയും വൃത്തിയിടാൻ വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് എന്നാലും എവിടെയും തൊടാതെ ഉണ്ടാക്കിയിട്ട് കഴിക്കട്ടെ കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മളിതുണ്ട് ഒരു ബുൾസയാണ് കേട്ടോ, ഓംപ്ലേറ്റ് അല്ല. അപ്പോൾ ഇതിലേക്ക് ശകലം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ശകല ഇത്തിരി കുരുമുളക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. എനിക്ക് നല്ല ഇഷ്ടമാണ് കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റ്, നല്ല ഇഷ്ടമാണ്. നമ്മൾക്കിനി ഇത് മറിച്ചിട്ടത് ഞാനിങ്ങനെ പരത്തി ഒഴിച്ചേക്കണത് എന്താ പറയുക, എനിക്ക് ആ ഉണ്ണി ഇങ്ങനെ തന്നെ ഇരിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. അത് ഞാൻ നന്നായിട്ട് വേവിക്കുന്നത്. ബുൾസൈ എന്ന് പറഞ്ഞാൽ ഒരു സൈഡല്ലേ, ഞാനിത് 2 സൈഡും ഇട്ട് വേവിക്കൂടെ. എനിക്ക് ബുൾസൈ ഇഷ്ടമില്ല, ഇങ്ങനെ എനിക്കിഷ്ടമാണ്. അപ്പം ഞാൻ 2 സൈഡും ഇട്ട് വേവിക്കും. അപ്പോൾ ഇത് മറിച്ചിടാം. ഇത് നന്നായിട്ടൊന്ന് ആവട്ടെ. അപ്പോൾ വല്ലാതെ കേടുപാടൊന്നും കൂടാതെ നമ്മളിവിടെ വൃത്തികേടാക്കാതെ ഒരു ബുൾസൈ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എടുത്തേക്കാം. ഇനി ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു സാധനം ഞാനിപ്പോൾ വാങ്ങിച്ചതാണ്. ഇതില്ലേ നല്ല അടിപൊളിയായിട്ട് നമ്മൾ പെട്ടെന്ന് ഫ്രിഡ്ജ് ഇങ്ങനെ നിറയൊന്നും വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് നോക്കിയാൽ ഞാൻ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണോ മീഷോ നിന്നാണോ വാങ്ങിച്ചതെന്ന് അറിയില്ല. ഇതിന് എത്രേ 200 സംതിങ് ഒക്കെ ഉള്ളൂ കേട്ടോ. ഒത്തിരി സാധനങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ വേണ്ടി പറ്റും. അപ്പം ഇതിൽ നമ്മൾ ഫ്രൂട്ട്സാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ബാക്കിയുള്ള വെജിറ്റബിൾസ് ഒക്കെയാണ് വെച്ചേക്കുന്നത് കേട്ടോ. പക്ഷേ എന്നാലും നമുക്ക് അത്യാവശ്യമുള്ള ചെറിയ സാധനങ്ങളൊക്കെ ഇതിലിങ്ങനെ വയ്ക്കാൻ വേണ്ടി പറ്റും. ഇനി ഇത് ഒത്തിരി ബോക്സുകളുണ്ട് കേട്ടോ. ഇത് ഫുള്ളൊന്നും നമ്മൾ എടുത്തിട്ടില്ല. ഇനി ഒത്തിരി ബോക്സുകളുണ്ട്. ഇപ്പം നമുക്ക് ഇതിന് മുകളിലൊക്കെ വേണിച്ചാലും ഒക്കെ വയ്ക്കാം. ഓക്കെ, ഇത് ഇങ്ങനെ ആവും കേട്ടോ. ലാസ്റ്റ് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ആവുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കൂട്ടിയിട്ട് ഫുഡ് കഴിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇതൊന്ന് കഴിക്കാം. ലൈറ്റ് സർക്കസ് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 ദിവസമായിട്ട് തുടങ്ങിയതാണ്. കെടും ഓഫാവും. നമ്മളുടെ ഷൂട്ടിന് പോയ ആൾ വരുന്നുണ്ട് കേട്ടോ. പാവം പോക്കാണ്ടി കുട്ടിയെ. എന്താ ഡ്രസ് എവിടെ? അതോ ഡ്രസ് എടുക്കാറുണ്ടായിരുന്നു. ആ നിന്റെ ഒരു ഗോപിക ചേച്ചി നിന്നെയും കൂടി ഞാൻ പറത്തു. എന്താ? അപ്പൊ എനിക്ക് ഡ്രസ് ഇട്ട് കാണുമൊന്നും വേണ്ടേ? അപ്പൊ ഇനി ഡ്രസ് മറ്റേ എന്താ, ഞാൻ അതിട്ട് വണ്ടി ഓടിച്ചു വരേ.
അല്ല ബുദ്ധിമുട്ടല്ലേ? വീടിന് അങ്ങോട്ട് കൊണ്ടുവരാം ഞാന്. പാവൻ രാവിലെ പോയതാട്ടോ, 11:30 12 മണിക്ക് പോയത് എൻ്റെ കുട്ടി. ഞാൻ വരാത്ത നന്നായില്ലേ 2 ദിവസം. അതെ. പിന്നെ അല്ല മമ്മി ആയ ഒറ്റയ്ക്ക് വ്ലോഗ് എടുക്കാൻ ഒരാള് വേണമായിരുന്നു. ചേച്ചി എടുത്തന്നില്ലേ? മറച്ചിട്ടുണ്ട് ചേച്ചി. ഇല്ലേ? പിന്നെ എടുത്ത് മറിച്ചിട്ടുണ്ടെന്നൊക്കെ പറയാം. അതിന്റെ എടുത്ത് മറിച്ചിട്ടുണ്ട്. അതെ പാവം, ഞാൻ പറഞ്ഞ ഇതെന്താ കയ്യില്? ഇത് പപ്പായ. ഡ്രസ് എന്താന്നറിയോ, എന്തോ കോളേജിൽ ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട് പറഞ്ഞു. അപ്പൊ അതിന് ചിലപ്പോ മേ ബി ഒരു അതിന്റെ ബ്ലൗസ് നല്ല രസമുണ്ട്. അപ്പൊ സാരി പോലെ എടുക്കാൻ അങ്ങനത്തെ ഒരു രീതിയിൽ ആക്കി വെച്ചിരിക്കുകയാണ്. സാരിയില് മെയിൻ നെറ്റ് വരുമ്പോ നല്ല രസമുണ്ട്. ബ്ലൗസ് പോലെ സ്റ്റൈൽ ചെയ്യാനോ അത് ആ ഒരു ടോപ്പ് സൂപ്പർ ആയിട്ടുണ്ട്. എന്തായാലും അടിപൊളിയായിരുന്നു. ഡ്രസ്സൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഡ്രസ്സായാലും മേക്കപ്പ് ആയാലും. മേക്കപ്പ് ഇത്രയും അവേഴ്സ് ആയില്ലേ, എന്നിട്ടും അത് ലാസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ഗ്ലോയി ആയി നിൽക്കുന്നുണ്ടായിരുന്നു മേക്കപ്പും. ഗോ ഗ്ലാം മേക്ക് ഓവേഴ്സ് പറഞ്ഞിട്ട് അമൃത ചേച്ചി എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചി, പിന്നെ റീസെയിൽ കൾച്ചർ ഗോപിക ചേച്ചി. പിന്നെ നമ്മള് പറയല്ല, നമ്മൾ എന്തൊരു ഒക്കേഷൻ ആണെങ്കിലും ഇത് മിറാക്കിളായിട്ട് തോന്നുന്നത് മറ്റേ ഡ്രസ്സ് ഞാൻ ഒരു അളവും കൊടുത്തിട്ടില്ല. റെഫറൻസ് അയച്ചു കൊടുത്തു, ചേച്ചി ചേച്ചിയുടെ രീതിയിൽ സ്റ്റിച്ച് ചെയ്തു. പക്ഷെ നമ്മൾ ആ ഒരു സമയം കൊണ്ട് ആള് കറക്റ്റ് ആയിട്ട് അടിപൊളിയാക്കി തരുള്ളൂ. അവര് തന്നെ ഇപ്പൊ മേക്കപ്പും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്ന് വെച്ചാൽ റീസെയിൽ കൾച്ചർക്ക് പോവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു ഫുൾ പാക്കേജ് ആയിട്ട് വരാൻ പറ്റും. കാരണം ഫോട്ടോഗ്രാഫിയും മേക്കപ്പും ഒക്കെ അവിടെ തന്നെ ഉണ്ട്. നിങ്ങള് ഇവിടേക്ക് മാത്രം പോയാൽ മതി, എല്ലാം കൂടെ നിങ്ങൾക്ക് അവിടെ നിന്ന് ചെയ്തിട്ട് വരാം. പിന്നെ ഫ്രീ ട്രയൽസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സാറ്റർഡേ സൺഡേ ഫ്രീ ട്രയൽസ് ഉണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഡ്രസ്സും മേക്കപ്പ് ആയാലും, മേക്കപ്പ് അതെ നല്ല അടിപൊളി ഫിനിഷിങ് മേക്കപ്പ് ആയിരുന്നു. ഫോട്ടോസ് ഇനി വരുമ്പോ രാജേഷേട്ടനും ഗോപി ചേച്ചിയും ഞാൻ ഇതിനു മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അമൃത ചേച്ചിയായിട്ട് ഫസ്റ്റ് ടൈമാണ്. ഹെയർ സ്റ്റൈല് പറയുകയാണെങ്കിൽ ഹെയർ സ്റ്റൈൽ അത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അയ്യോ വീഡിയോ ഇതിലെല്ലാം ഡീറ്റെയിൽ കൊടുക്കാം. ഇത് എന്റെ ഡേ ഇൻ മൈ ലൈഫാണ്. ഇത് എന്റെ ഡേ ഇൻ മൈ ലൈഫാണ്. അതിനുള്ള നീ വേറെ എടുത്തോ, ഞാൻ വേറെ എടുത്തു തരാം. ഇത് അയ്യോ ഇടയ്ക്കിടയ്ക്ക് തലമുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. இது உனக்கு தர மாட்டேன். இது எனக்கு நான் வீடியோ எடிட் பண்ணிட்டு இருக்கேன். அப்பதான் நீ வந்தே கோலிங் பெல்லி கேட்காம நான் வாதில் திறந்தேன். உன்னை நான் காத்துட்டு இருந்தேன், மிஸ் பண்ணிட்டு இருந்தேன். எவ்வளவு நேரமா கண்ணு திறக்க முடியல. മരുന്ന് ഡോസ് ഇനി പോവല്ലേ. അതിനാൽ ആ മിഡി ഞാന് ആ ചെറുതിനടുത്ത് എന്റെ കബോർഡിൽ നിന്ന് കിട്ടി വെച്ചിട്ട് കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു. എൻ്റെ ആ ചെറുത് ഞാൻ ഉണ്ണീനൊന്ന് വിളിക്കി പറഞ്ഞു. ഉണ്ണീനെ വിളിക്കാൻ പറ്റില്ല എന്ന്. അത് കഴിഞ്ഞതില്ലേ ചൂസ് ചൂസ് എന്ന് അടിച്ചു കൊടുത്തില്ല. അത് കഴിഞ്ഞത് 2 മിനിറ്റ് കഴിഞ്ഞതും ചൂസ് ചൂസ് പറയാൻ തുടങ്ങി. അടിച്ചു കൊടുത്തില്ല. അത് കഴിഞ്ഞിട്ടില്ലേ തെറ്റിയിട്ട് പോയിട്ട് വാതിലടിച്ച് പോയിരുന്ന് പഠിക്കുക. ഇനി നമുക്കൊരു ജ്യൂസ് അടിച്ചിട്ട് പോവാ കേട്ടോ. ഓക്കെ ബൈ. അപ്പൊ ഞാൻ ഒരു ജ്യൂസ് അടിച്ചു കൊടുക്കട്ടെ. അതിന് ഉണ്ണി ജ്യൂസ് അടിക്കട്ടെ ഒന്ന്. ചപ്പാത്തി എപ്പോഴാണ് കഴിക്കുന്നത്? ജ്യൂസ് കുടിച്ചിട്ട് ആ മിഡ് എടുത്ത് താഴേക്ക് മമ്മി അടിക്കുന്ന ജ്യൂസ് അടിക്കട്ടെ. ഓക്കെ അപ്പൊ നമ്മൾക്കൊരു ജ്യൂസ് അടിച്ചാലോ. അപ്പൊ എന്തായാലും വാക്കുട്ടി തെറ്റിപ്പോയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മൾക്ക് അവൾക്കൊരു ജ്യൂസ് അടിച്ചു കൊടുത്തിട്ട് അവളെ ഞങ്ങൾ തെറ്റ് മാറ്റാം. ഞാൻ അടിക്കുന്ന ജ്യൂസ് 2-3-4 തരത്തില് ജ്യൂസ് അല്ല, ഒരു സ്മൂത്തി എന്ന് വേണിച്ചാൽ പറയാം. കുറേ കാര്യങ്ങൾ ഇട്ടിട്ടാട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് എന്തൊക്കെയാണ് എടുക്കുന്നത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഹെൽത്തിയാണ് ജ്യൂസ്, നമുക്ക് അടിക്കാം. അപ്പം നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് ബദാം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ ഇടുന്നത് എന്തിനാ വെച്ചാൽ ഒക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ടാണ്. ഉണക്കമുന്തിരി കഴിഞ്ഞു കേട്ടോ. അപ്പം നമുക്കിത് എന്തായാലും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇന്നലെ വാങ്ങാൻ വേണ്ടി പറയാൻ മറന്നു, അത് മാത്രം. അപ്പം അവളത് വാങ്ങിച്ചിട്ട് വന്നില്ല. പറഞ്ഞത് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. നമ്മളാണിച്ച് പോയി കഴിഞ്ഞാൽ നമ്മളാണിച്ച് പോയി കഴിഞ്ഞാൽ അവിടെ കണ്ടു കഴിഞ്ഞാൽ ആവശ്യമുള്ള നമുക്ക് വാങ്ങിക്കും. കുട്ടികൾ അങ്ങനെയല്ലല്ലോ. അവള് പറഞ്ഞത് മാത്രമാണ് വാങ്ങിച്ചേക്കുന്നത്. സാരമില്ല, അത് കുട്ടി പാവം, എന്താ ചെയ്യാ. അടുത്തത് ഇത് വാൾനട്ടാണ് കേട്ടോ. ലാസ്റ്റ് ഒന്നിച്ച് കാണിച്ചു തരാം. ഞാൻ ഇപ്പൊ ജസ്റ്റ് ഇങ്ങനെ എടുത്തോന്ന് മാത്രമേ ഉള്ളൂ. ഉണക്കമുന്തിരി
ഇതൊക്കെ നമ്മളെ ആവശ്യാനുസരണം കേട്ടോ. അതിപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്ക് അടിക്കണാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കാം. ഒരുപാടൊന്നും ആവരുത്. എല്ലാ അളവിനും കഴിക്കാൻ പാടും. ഒത്തിരി പാടില്ല, കുറവും പാടില്ല. എല്ലാത്തിനും ഒരു അളവുണ്ട്. പിന്നെ കുറച്ച് കാഷ്യൂ ഡേറ്റ്സ് കേട്ടോ. ഇതൊക്കെ ഒന്ന് കഴുകണം കേട്ടോ. കഴുകിയിട്ട് വേണം എടുക്കാൻ. അതിന് ഞാൻ ഈ ഒരു പാത്രത്തിൽ എന്നിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായി കഴുകിയിട്ടാണ് ഞാൻ ജാറിക്കിട്ടുള്ളൂ. ഇതിലൊക്കെ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ ഡയറക്റ്റായിട്ട് നിങ്ങൾ ഇങ്ങനെ ഒന്നും അടിക്കരുത് കേട്ടോ. ഭയങ്കര പ്രശ്നമാണ്. ഇത് വാട്ടർമെലൺ സീഡാണ് കേട്ടോ. ഇതും കുറച്ചിട്ട് കൊടുക്കാം. ഇത് മിക്സഡ് സീഡാണ് കേട്ടോ. ഇതിൽ എല്ലാ സീഡും ഉണ്ട്. സൺഫ്ലവർ സീഡ്, പംകിൻ സീഡ്, അങ്ങനെ എല്ലാ സീഡും ഉണ്ട് കേട്ടോ. പിന്നെ ഫ്ലെക്സ് സീഡ്. അപ്പോൾ ഇതൊരു 1 സ്പൂൺ കൊടുക്കാം. ഇത് നമ്മൾ മിക്സറായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അതാണ്ടത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഇത് ജാറിലേക്ക് കൊട്ടിയിട്ട് അടിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് സാധനം. ഡേറ്റ്സ് ഉണ്ട്, വാൾനട്ട് ഉണ്ട്, മറ്റേ ബദാം ഉണ്ട്, പിന്നെ കാഷ്യൂ ഉണ്ട്, പിന്നെ സീഡ്സും ആണ് കേട്ടോ. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് അടിച്ചിട്ട് കുറച്ച് പാലൊഴിക്കുക. എന്നിട്ടൊന്ന് വീണ്ടും അടിക്കുക. എന്നിട്ട് കുറച്ചുകൂടി പാലൊഴിച്ചിട്ട് കറക്റ്റ് നമ്മുടെ വേണ്ട അളവിനാക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അടിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. സ്മൂത്തി എന്നും പറയാം, ജ്യൂസ് എന്നും പറയാം കേട്ടോ. ഇഷ്ടമുള്ളത് വിളിക്കാം. ഇത് ഇങ്ങനെ ഒരു ഗ്ലാസ്സാണ്. ഇതുപോലെ ഒരു ഗ്ലാസ് രാവിലെ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉച്ചവരെയ്ക്ക് വിശക്കില്ല കേട്ടോ. ഞാൻ ഇത് മാത്രമാണ് അധിക ദിവസങ്ങളിലും കഴിക്കുക. ഇടയ്ക്ക് മാത്രമേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളൂ. എനിക്കിത് കുടിക്കാൻ ഇഷ്ടമാണ്. കാരണം അങ്ങോട്ട് കുടിക്കുകയല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ 2 ഗ്ലാസ് കറക്റ്റായിട്ടേ ഉള്ളൂ. എനിക്കില്ല. അപ്പോൾ എനിക്ക് ഞാൻ എന്തായാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ എന്തായാലും രാത്രി ആയാലും ഇപ്പം അവർ കുടിച്ചോട്ടെ. ഇത് 2 ആൾക്കും കൊടുക്കാം. ഉണ്ണിക്ക് കൊടുത്തിട്ട് ഇത് എങ്ങനെയുണ്ട് ചോദിക്കാം. ഭാവിക്ക് കൊടുത്തിട്ട് എങ്ങനെയുണ്ട് ചോദിക്കാം. ഭാവി ചിലപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ സമ്മതിക്കില്ല. കാരണം ഭാവ പഠിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ കാണിക്കാൻ സമ്മതിക്കില്ല. നോക്കാം. കണ്ണൊക്കെ കണ്ടോ? കണ്ണിങ്ങനെ നിവർത്താൻ വേണ്ടി പറ്റുന്നില്ല. എന്താന്നേ അറിയില്ല. എനിക്ക് ഇവിടെയൊക്കെ വേദനിക്കുക, ചെവിയൊക്കെ വേദനിക്കുക, ഫുള്ള് നീര് വന്ന പോലെ ഉണ്ട് അല്ലേ. എന്താ അറിയില്ല, എന്തോ എനിക്കറിയില്ല സത്യത്തിൽ എന്നെ എന്തൊക്കെയാ ബാധിക്കണേ, എന്താ ഇങ്ങനെ ആവണം. എന്നാലും ഞാൻ ഞാൻ ഇങ്ങനെ വീഴാൻ ശ്രമിക്കുമ്പോഴും ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ഇങ്ങോട്ട് പിടിച്ച് നിവർന്ന് എഴുന്നേൽക്കുന്നുണ്ട്. അറിയില്ല, നോക്കാം. അപ്പോൾ എന്തായാലും നമുക്കിത് കൊണ്ടുകൊടുക്കാം. നേരിക്ക് കാണില്ലേ കുട്ടീനെ. ജ്യൂസ് ഇപ്പൊ പോയായിരുന്നു. അയ്യോ ശരിയാ, ദൂസ് ഇപ്പൊ ദാസായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. പതുക്കെ കുടിക്കുമാ. ശ്വാസം വിടാതെ കുടിക്കുക. ഇവരടിക്കുക. ഞാൻ അങ്ങനെ അടിച്ചു കൊടുക്കുന്ന ജ്യൂസ് നല്ല ഇഷ്ടമാണ് കേട്ടോ. നല്ല ടേസ്റ്റാ. മീസ് തുടക്കി. എന്നിട്ട് 2 വാക്ക് പറയും ദിവസത്തിന് കുടിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാ. ഭയങ്കര ഹെൽത്തി ആണ്. അതെ ഹെൽത്തി ആണ്. ഇതുപോലെ പിന്നെ മമ്മയുടെ സ്നേഹം കൂടി ചേർത്ത് അടിക്കുമ്പോ ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് ജ്യൂസ്. കണ്ണും മോക്ക് വീങ്ങിയിട്ട് തെന്നി ചുത്തിയ പോലെ ഉണ്ട്. നല്ല ദിവസം അടിച്ചെന്നില്ലേ? ദിവസം സൂപ്പർ. ഇനി വാച്ചിക്ക് കൊടുക്കട്ടെ കേട്ടോ. വാവേ തുറക്കൊന്ന്. തുറക്ക്. അപ്പൊ വാവിനെ കാണിക്കണ്ടെന്നാണ് വാവ് പറയുന്നത്. ജ്യൂസ് കുടിച്ചിട്ട് അഭിപ്രായം മാത്രം വരിക പറ. അതിങ്ങനെ പറയാലോ. എനിക്ക് പക്ഷെ മാമ ഫസ്റ്റ് അടിക്കുന്നത് ഇഷ്ടം. പക്ഷെ ഇതല്ലേ നല്ലത്, വിറ്റാമിൻ. ഇതില് ഞാൻ മറ്റേ ഇത് എന്താ വെച്ചാ ഇതില് ഞാൻ ഇതൊക്കെ ചേർക്കും കേട്ടോ. വാൾനട്ട് സ്മെല്ലാണ്. പക്ഷെ വാൾനട്ട് നല്ല ഹെൽത്തിയാണ്. പോട്ടെ എന്നാ
ഞാൻ തെറ്റിയിരിക്കാണ്, ജ്യൂസ് തരണ വെച്ച് തന്നു. തെറ്റിയത് ചേച്ചീനൊന്നും ഞാൻ വിളിക്കാൻ പറ്റില്ല ഉണ്ണീനെ. അപ്പൊ വിചാരിക്കണ്ട, ഇങ്ങോട്ട് പാലിട്ട് അങ്ങോട്ട് വേണം തെറ്റി. ഇഞ്ഞും ഉണ്ടാ വരില്ല ബൈ. മുണ്ടു സുണ്ടൂല്ല, ഒരു കൊണ്ടൂല്ല. ഞാനിത് ഇങ്ങനെ പറയുന്നിട്ടപ്പോൾ വാവ അവിടെ വിളിച്ചാൽ മമ്മി ഓൺ ചെയ്തിട്ടില്ലാന്ന്. നേരത്തെ ഞാനേ ഉണ്ണീനൊന്ന് വിളിക്ക് വാവേ, ഞാൻ എഡിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. ഉണ്ണീനൊന്ന് വിളിക്ക് വാവേ, ഉണ്ണീനൊന്ന് വിളിക്കെന്ന് പറഞ്ഞപ്പോൾ ഇല്ല ഞാൻ വിളിക്കില്ല പറഞ്ഞു. തമാശന് പറഞ്ഞതാണ്. എന്നിട്ട് അവിടെ ശരിക്കും വിളിച്ചില്ല. എനിക്ക് കുട്ടി പുറത്ത് പോയിട്ട് വരുന്നവരെ ടെൻഷനായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും കൂട്ടാ. വീട് എത്തണ വരെ ഞാൻ എപ്പോൾ വിളിച്ച് ചോദിക്കും എവിടെയാണ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഞാനെന്നല്ല, എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഞാനും വിളിക്കും. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യണ വാവേ ചേച്ചി എവിടെയെന്ന് വിളിച്ച് ചോദിക്കുക പറഞ്ഞപ്പോൾ അവളില്ലേ ഇല്ല വിളിക്കില്ല പറഞ്ഞു. എന്നാൽ ശരി കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കണ്ടേ, അവൾ വിളിച്ചില്ല. അത് കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞതും ദിവസം അടിക്കുക പറഞ്ഞു. ഞാനൊന്നും മിണ്ടിയില്ല. ശരി പിന്നെ എന്തായാലും ഇപ്പോൾ അടിച്ചുകൊണ്ട് കൊടുത്തു. അപ്പോൾ ഓക്കെ ബൈ. വീട് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഞാനിപ്പോൾ ഇതിവിടെ വീട് എന്നുള്ള അവസ്ഥയിൽ ഇനി ഒന്ന് കുളിക്കുകയൊക്കെ വേണമേ. ഇനിയൊന്ന് മേലൊക്കെ കഴുകണം. എന്നിട്ട് ഞാൻ വേഗം കിടക്കട്ടെ. എനിക്ക് നാളെ മേലൊക്കെ കഴുകണം. എന്നിട്ട് ഞാൻ വേഗം കിടക്കട്ടെ കേട്ടോ. അപ്പോൾ എന്തായാലും ബൈ, ഗുഡ് നൈറ്റ്.